ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ട കുട്ടികളെ, എന്താണ് വിശേഷം? നിങ്ങൾ ഓണം വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് വളരെ റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും. നിങ്ങൾ ആ 10 ദിവസം നിങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ കോവിഡിന്റെ സിറ്റുവേഷൻസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ ഓൾറെഡി ഒരു ഓർഡർ ഉണ്ട്, വേണമെങ്കിൽ PG കുട്ടികൾക്ക് കോളേജിൽ വരാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ പലരും ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ കോളേജുകളിലൊന്നും PG ക്ലാസ് ഉണ്ടാവില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ ഏകദേശം ശരിയായി വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നവംബർ ഡിസംബറോട് കൂടി കാര്യങ്ങൾ ഓക്കെ ആവുകയും കോളേജിൽ റെഗുലർ ആയിട്ട് ക്ലാസ്സുകൾ ഉണ്ടാവുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ ഒരു മിനിറ്റ് പോലും കളയാതെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ, UGC പ്രിപ്പറേഷൻ, ഇതെല്ലാം നിങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ കാലം വളരെ പെട്ടെന്നായി പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് നിങ്ങളുടെ ഡിസംബർ ആവും, സെമസ്റ്റർ തീരും. ആ സമയത്ത് നമ്മൾ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹം എന്ന നിലക്ക് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം പഠനം എന്നുള്ളത് തന്നെയാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൊഡ്യൂളാണ്. ബോട്ടണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന ഇൻഫർമേഷൻസ് എപ്പോഴും ഉണ്ടാവേണ്ട ഒരു ഏരിയ ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, you know what is photosynthesis? Photosynthesis is the most important biochemical process by which plants capture energy from sunlight and store it in carbohydrate. അന്തരീക്ഷത്തിലെ സൂര്യപ്രകാശത്തിനെ സ്വീകരിച്ച് ആ സൂര്യപ്രകാശത്തിന്റെ കിരണങ്ങളാൽ, അതിന്റെ എനർജിയാൽ ഫുഡ് പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ബയോകെമിക്കൽ പ്രോസസ് ആണ് യഥാർത്ഥത്തിൽ ഫോട്ടോസിന്തസിസ്. ഇവിടെ നിങ്ങൾക്ക് ഒരു മഴവില്ല് കാണാം. എന്താണ് ഈ മഴവില്ല്? ഈ മഴവില്ല് എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കളർ സ്പെക്ട്രമാണ്. നമ്മൾ അതിന് പറയാം വിബ്ജിയോർ എന്ന് പറയും. ദാറ്റ് ഈസ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ UV, അതേപോലെ തന്നെ മറ്റുള്ള റേസ് കഴിഞ്ഞാൽ വിസിബിൾ റേസ് എന്ന് പറയുന്ന റേസ് ആണ്. നമുക്ക് കാണാൻ കഴിയുന്ന റേസ് ആണ് അത്, അല്ലെ? നമുക്ക് കാണാൻ കഴിയുന്ന രശ്മികളാണ്. ആ രശ്മികൾ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത്, സൂര്യപ്രകാശത്തിൽ നിന്ന് ഈ പറയുന്ന വിസിബിൾ റേസ് വിബ്ജിയോറായി വന്ന് പ്ലാന്റിൽ തട്ടി, പ്ലാന്റിന്റെ ഉള്ളിലെ ലീഫിന്റെ ഉള്ളിലെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലെ ഗ്രാനയിലും സ്ട്രോമയിലും വെച്ച് നടന്നിട്ടാണ് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടാകുന്നത്. So this slide is very important as far as the subject is concerned and also the concept is concerned. So remember the concept. The concept is nothing but the most important process of photosynthesis is under the influence of sunlight. So remember that particular topic and the point. Now we are going to discuss the program or the topic in detail. നോക്കൂ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഫസ്റ്റ് മോഡ്യൂള്, സെക്കൻഡ് മോഡ്യൂള് നമ്മൾ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞാൻ അതിനെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഫോട്ടോസിന്തസിസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഫോട്ടോസിന്തസിസിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഏരിയ ultrastructure of chloroplast, photoreceptors and their role in energy trapping, energy transformation, light and dark reaction, electron transport system and chemiosmotic mechanism of ATP formation, photosynthetic efficiencies of C3, C4 and CAM plants, photorespiration and its significance, ജെനറ്റിക്സ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഇത്രയും ടോപ്പിക്കാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഈ മൊഡ്യൂൾ നമുക്ക് പറഞ്ഞു തീർക്കാനുള്ളത്. സോ റിമെമ്പർ ദ സിലബസ്. സോ ദ സിലബസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. 12 hours ആണ് നമ്മൾ ഇതിൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം 2 ആഴ്ച കൊണ്ടാണ് ഈ ടോപ്പിക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഈ സെപ്റ്റംബർ മാസത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 2 ടോപ്പിക്കും നമ്മൾ തീർക്കണം, ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിഗ്രിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് ഇതെല്ലാം. ഡിഗ്രിയിൽ നമ്മൾ പഠിച്ചപ്പോൾ നമുക്കറിയാം ഫോട്ടോസിന്തസിസ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞു പോയത്. ബട്ട് ആസ് ഫാർ ആസ് എ MSc സ്റ്റുഡന്റ് വി മസ്റ്റ് ഹാവ് an important information regarding the concept and the different factual importance of photosynthesis.
See, the photosynthesis and leaf conductance in C3, C4 and CAM plants, transpiration ratio is expressed as mass of water transpired per unit mass of carbon dioxide assimilated. See, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോസിന്തസിന് മൂന്ന് പ്രധാനപ്പെട്ട ഫോം ഉണ്ട്. ദാറ്റ് ഈസ് C3, C4, CAM plants or CAM dark and CAM light plants. ഇവിടെ ഫോട്ടോസിന്തസിന് സാധാരണ ഒരു C3 പ്ലാന്റ്സിൽ ഇത്രയും 13 to 25% മാത്രമായിരിക്കും എന്തുണ്ടാവുന്നത്, ഫോട്ടോസിന്തസിന്റെ കാർബൺ ഡൈ ഓക്സൈഡ് പ്രസൻസ്. ദെൻ ഇതിലെ സ്റ്റൊമാറ്റൽ മോളിക്യൂളിന്റെ പ്രസൻസ് ഇതാണ്. മീസോഫിൽ കണ്ടന്റ്, ട്രാൻസ്പിറേഷൻ റേറ്റ് എക്സെട്ര. ഈ ഡാറ്റ നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കണം. ഞാൻ എന്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ UGC എക്സാമിന് പലപ്പോഴും ഇങ്ങനെയുള്ള ഡാറ്റകൾ പലപ്പോഴും നിങ്ങളോട് ചോദിക്കും. സോ റിമെമ്പർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ C3 and C4 regarding their photosynthetic carbon dioxide consumption or carbon dioxide utilization. അതേപോലെ CAM പ്ലാന്റിലെ ലൈറ്റ്, CAM പ്ലാന്റിലെ ഡാർക്ക് സിറ്റുവേഷൻസിലൊക്കെ ദിസ് ഇൻഫർമേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഡിഗ്രിയിൽ പറഞ്ഞതുപോലെ അല്ല PGയിൽ നമ്മൾ ഫോട്ടോസിന്തസിസ് പറയാം. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് എന്ന് പറയുന്നത് PG സിലബസ് ബേസ്ഡ് ഓൺ UGC എക്സാമിനേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇത് പറയുന്നതോടുകൂടി തന്നെ UGCയുടെ പ്രിപ്പറേഷൻ കൂടി നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ബുക്ക് നമുക്കറിയാം, UGC മെൻഷൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ബുക്ക് എന്ന് പറയുന്നത് ടൈസ് ആൻഡ് സേഗർ ആണ്. ഇപ്പൊ നിങ്ങളുടെ സിലബസിൽ UGCയുടെ സിലബസിൽ സിസ്റ്റം ഫിസിയോളജി പ്ലാന്റ് എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന എല്ലാ പോർഷൻസും ടൈസ് ആൻഡ് സേഗറിലെ പോർഷനാണ്. വേണേൽ നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ UGC ലെവലിൽ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലിലേക്ക് നമ്മൾ ഫോട്ടോസിന്തസിസിനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഡാറ്റ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അല്ലാണ്ട് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും എന്ന് വിചാരിച്ചിട്ട് വളരെ ഈസി ആയിട്ട് MSc ഫിസിയോളജി നിങ്ങൾ കാണാൻ പാടില്ല. It is a most important topic as far as your examination, UGC examination is concerned. See, ഇതാണ് നമ്മുടെ ഫോട്ടോസിന്തസിന്റെ ഒരു ബ്രോഡ് ഔട്ട്ലൈൻ അല്ലെ. 6 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 6 H2O, ലൈറ്റ് എനർജി C6H12O6 പ്ലസ് O2. ഇത് നമ്മൾ നേരത്തെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അതിൽ പ്രത്യേകിച്ച് അതിശയോക്തി എന്നുള്ള കാര്യങ്ങളല്ല. എന്നിരുന്നാൽ പോലും we must have an important information അല്ലെ. എന്തൊക്കെയാണ് ഇതിലെ മെത്തേഡ് അല്ലെ. സാധാരണ നമ്മൾ നടക്കുന്ന കൺസെപ്റ്റ് നമുക്കറിയാം, ലൈറ്റും ഡാർക്കും റിയാക്ഷൻ ആണ്. സോ എനിവേ, ഫോർ യുവർ ഇൻഫർമേഷൻ, ദിസ് ഈസ് an outline of photosynthesis. Now, what is actually the process of photosynthesis? Photosynthesis is the process where it will convert light energy into chemical energy of sugars and other organic compounds. Process takes place in the chloroplast, that is in chlorophyll. ഈ പ്രോസസ് നടക്കുന്നത് യഥാർത്ഥത്തിൽ ക്ലോറോപ്ലാസ്റ്റിൽ വെച്ചുകൊണ്ടാണ്, by the presence of the most important pigment called chlorophyll. Then another important thing, the carbon dioxide, water and sunlight are used to produce glucose, oxygen and water. അല്ലെ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോട്ടോസിന്തസിസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ നിർവഹിക്കുന്ന ആളാണ് ലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് കൂടാതെ നമ്മൾ പറയേണ്ട കുറച്ച് ആൾക്കാരുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ നമ്മളെ മുമ്പിലോട്ട് ഇറങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ആ ആളുകളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ആരൊക്കെയാണ്? അത് കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ ആൻഡ് സൺലൈറ്റ്. ഈ മൂന്ന് ആൾക്കാരും കൂടിയാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. വിച്ച് ആർ യൂസ് ടു പ്രൊഡ്യൂസ്, എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാനാണ്? ഒന്ന് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യണം. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാല് കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ, മോണോസാക്കറൈഡ് ആണ്. ഓക്സിജൻ വേണം, നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ഫോട്ടോസിന്തസിസ് തരുന്ന ബൈ പ്രൊഡക്റ്റ് ആണ്. ദെൻ വാട്ടർ അല്ലെ. ഈ പറയുന്ന എല്ലാ ആൾക്കാരും കൂടി ഇൻവോൾവ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഇൻഗ്രീഡിയന്റ് ആണ് ഗ്ലൂക്കോസ്, ഓക്സിജൻ ആൻഡ് വാട്ടർ. ദെൻ ഇനി ഫോട്ടോസിന്തസിസ് നടന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഫോട്ടോസിന്തസിന്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് സാധാരണ നമ്മൾ ഭക്ഷണ രീതിയിൽ ഒരു പക്ഷെ അരിയായിട്ട് ഉപയോഗിക്കാം, മറ്റു പല വർഗ്ഗങ്ങളായിട്ട് ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് ലഭിക്കുന്നതാണ് എന്ത്? യഥാർത്ഥത്തിൽ എനർജി, ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് ATP. സോ ഫോട്ടോസിന്തസിസ് ഈസ് അൾട്ടിമേറ്റ്ലി giving the energy to the entire humanity or the entire living organism in the world. ലോകത്തെ മുഴുവൻ ആൾക്കാർക്കും ഭക്ഷണം തരുന്ന പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന വിഭാഗം. The most important industrial unit in the world is called photosynthesis unit. The machinery is called chloroplast. Since this chloroplast is producing large amount of food for the entire living organism, so we have to salute the entire photosynthetic machinery, since we are actually living only on the basis of this process. നമ്മളെ കയ്യിൽ കോടികൾ ഉണ്ട് എന്ന് പറയുന്ന കാര്യമല്ല, നമുക്ക് അരി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പട്ടിണിയായി പോകും. So remember, this process
is most significant as far as the life of the entire ecosystem to be sustained by the presence of this particular presence of photosynthesis. Photosynthesisന്റെ പ്രസൻസ് ലോകത്തുള്ളത് കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന ആളുകൾ മുഴുവനും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ റിമെമ്പർ ദ വാല്യൂ ഓഫ് ഫോട്ടോസിന്തസിസ്. നൗ you can say that photosynthesis നമുക്കറിയാം സാധാരണ നടക്കുന്നത് ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിലാണ്. Use an inorganic form of carbon, example carbon dioxide, to make up complex organic compounds with energy from two sources, light and chemicals. അല്ലേ? നമുക്കറിയാം സാധാരണ ഓട്ടോട്രോഫിക് ഓർഗാനിസത്തിലാണ് ഫോട്ടോസിന്തസിസ് ഏറ്റവും നന്നായിട്ട് നടക്കുന്നത്. കാരണം അവിടെ ഇനോർഗാനിക് ആയിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടാണ് ഓർഗാനിക് ആയിരിക്കുന്ന ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ autotrophic organisms are nothing but those organisms they have the capacity to produce carbohydrate by the help of inorganic substance. Okay, അതേസമയം നമുക്കറിയാം സാധാരണ ഫോട്ടോസിന്തസിസിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കൺസെപ്റ്റുകൾ ഓൾറെഡി ഞാൻ പറയാണ്. രണ്ട് രീതിയിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഒന്ന് നമുക്കറിയാം ഓട്ടോട്രോഫിലും നടക്കും, അതേപോലെ തന്നെ മറ്റു രീതിയിലൂടെ നടക്കും. ദാറ്റ് വി വിൽ ഡിസ്കസ്. ദാറ്റ് ഈസ് കോൾഡ് കീമോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് കൂടെ തന്നെ നമ്മൾ ഓർത്തു വെക്കേണ്ട വേറൊരു ടെർമിനോളജിയാണ് കീമോസിന്തസിസ്. വെൻ യൂസിങ്, എപ്പോഴാണ് ഇതൊക്കെ കാര്യങ്ങൾ നടക്കുന്നത്? ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമാണ്. ഫോട്ടോസിന്തസിസിന്റെ പ്രധാനപ്പെട്ട പ്രോസസ് നടക്കുന്നത് ലൈറ്റ് ഉള്ളപ്പോഴാണ്. ദ പ്രോസസ് ഈസ് ഫോട്ടോസിന്തസിസ് ആസ് പ്രാക്ടീസ്ഡ് ബൈ ഓൾ ഗ്രീൻ പ്ലാന്റ്സ്. അപ്പൊ ലോകത്തിലെ മുഴുവൻ ഗ്രീൻ പ്ലാന്റുകളും ഈ പറയുന്ന ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ്. അല്ല, അതുകൊണ്ടാണ് നമ്മൾ ലൈറ്റിനെ പറയുന്നത് ലൈറ്റ് ഈസ് ദ ഓർ സൺ ഈസ് ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. Then second one, ചില ഓർഗാനിസത്തിന് ഒരിക്കലും ലൈറ്റിന്റെ പ്രസൻസ് ഒന്നും ഉണ്ടാവില്ല, ബട്ട് ദേ ഹാവ് ദ പ്രസൻസ് ഓഫ് കെമിക്കൽസ്. ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് കീമോസിന്തസിസ്. So by the presence or by the help of these chemicals, the plant can the certain organism can synthesize their own food material. That process is called chemosynthesis, as practiced by certain bacteria. ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ലോകത്ത് ആരാണ്? ചില ബാക്ടീരിയകൾ മാത്രമാണ്. So the bacteria always synthesize their food material by the process called chemosynthesis. Now, photosynthesis is more common and important. Photosynthesis വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് കീമോസിന്തസിസിനേക്കാൾ. Then what are the important factors besides this particular photosynthesis? എന്തൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സിഗ്നിഫിക്കന്റ് ആയിരിക്കുന്ന പോയിന്റ്? ഒന്ന്, ഇറ്റ് പ്രൊവൈഡ് എ സോഴ്സ് ഓഫ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഫോർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം. അല്ലെ, നമ്മളെ പോലെയുള്ള ഹെറ്ററോട്രോഫിക് ഓർഗാനിസത്തിന് അല്ലെ നമ്മളെപ്പോഴും മറ്റുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് കോംപ്ലക്സ് ആയിരിക്കുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻസ്. രണ്ടാമത്തത്, ഇറ്റ് റിലീസസ് ഓക്സിജൻ ഫോർ യൂസ് ബൈ എയറോബിക് ഓർഗാനിസം. ഇറ്റ് റിലീസസ് ഓക്സിജൻ ഫോർ യൂസ് ബൈ എയറോബിക് ഓർഗാനിസം. എയറോബിക് ഓർഗാനിസത്തിന് വേണ്ടിയിട്ട് നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഓക്സിജൻ കൂടി പ്രൊഡ്യൂസ് ചെയ്തു തരുന്നു. That is another important significant. Then we can see by 1800 scientists had learned, 1800കളിൽ ശാസ്ത്രജ്ഞന്മാർ മനസ്സിലാക്കിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, the three ingredients are needed for photosynthesis: water, that is water, carbon dioxide and light. നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും, പക്ഷെ പണ്ട് ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾ കൺക്ലൂഡ് ചെയ്ത് 3 പ്രധാനപ്പെട്ട ആൾക്കാർ വേണം ഫോട്ടോസിന്തസിസ് നടത്താൻ. ആ ആളുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ വാട്ടർ ആൻഡ് സൺലൈറ്റ്. ദർ ആർ 2 products. 2 പ്രധാനപ്പെട്ട പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഓക്സിജൻ. അല്ലേ, ദൈവം എത്ര ക്ലിയർ ആയിട്ടാണ് കാര്യങ്ങൾ പ്ലാന്റിലോട്ട് ചെയ്തത്. ഒന്ന് ഭക്ഷണം തന്നു, മറ്റൊന്ന് ജീവിക്കാനുള്ള ശ്വാസവും തന്നു. അല്ലെ, നിശ്വാസം എന്നൊക്കെ നമ്മൾ പറയാറില്ല, ജീവവായു എന്നതൊക്കെ നമ്മൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ് ആണ് ഈ പറയുന്ന ഓക്സിജൻ. ദ വാട്ടർ വിച്ച് കംസ് പ്രൈമറിലി ഫ്രം ദ സോയിൽ ഈസ് ട്രാൻസ്പോർട്ടഡ് ത്രൂ ദ റൂട്ട്സ് ടു ദ ലീഫ്. അങ്ങനെയുള്ള ചെടികൾക്ക് വേണ്ടി ഭൂമിയിൽ ദൈവം തമ്പുരാൻ വെള്ളത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ടേക്കൺ ഇൻ ഫ്രം ദ എയർ ത്രൂ സ്റ്റൊമാറ്റ ഓർ പോസ് ഇൻ ദ ലീവ്സ്. അങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഓട്ടോമാറ്റിക്കലി പ്ലാന്റിന്റെ ഉള്ളിലോട്ട് വരുന്നത് സ്റ്റൊമാറ്റോ വഴിയാണ്, അല്ലെങ്കിൽ ചില പോസ് വഴിയാണ് ഇൻ ദ സ്ട്രക്ചർ കോൾഡ് ലീവ്സ്. അങ്ങനെ ഒരു പരസ്പര പൂരകമായി പ്രകൃതിയും ചെടിയും തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലെസ്സിംഗ് ആണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.